വല്ലാർ പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർ പാടത്തമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ അമ്മേനെ എൻ്റെ സ്വന്തം അമ്മയേക്കാൾ ഉപരിയായിട്ട് ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ അമ്മയുടെ മകൻ അഥവാ മകളാണെന്ന് പറഞ്ഞ് അത്ര അതിരറ്റ സ്നേഹനിർഭരമായ ഒരു ഭക്തിയും സ്നേഹവും രക്തബന്ധത്തെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയോട് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു അടയാളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹനമായിരിക്കും. മാതാവിനെ എൻ്റെ അമ്മയായിട്ട് കാണുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. പക്ഷേ എനിക്ക് സഹനമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ അഥവാ അവൾ യഥാർത്ഥ മരിയ ഭക്തയെ അല്ല. അത് ക്ലിയർ കട്ട. അപ്പോൾ ഒരു യഥാർത്ഥ മരിയ ഭക്തയുടെ അല്ലെങ്കിൽ മരിയ ദൈവദാസൻ്റെ അല്ലെ ദൈവദാസിയുടെ പ്രകടമായ ഒരു അടയാളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ സഹനത്തിൻ്റെ ഭർത്താവായിരിക്കും, സഹനത്തിൻ്റെ ഉപകരണമായിരിക്കും, അല്ലെങ്കിൽ സഹനദാസൻ അഥവാ സഹനദാസിയായിരിക്കും. പലപ്പോഴും മരിയൻ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ക്ലേശകരമാണ്, ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. മരിയൻ ധ്യാനത്തിന് പോകുക എന്ന് പറയുന്നത് ക്ലേശകരമാണ്, ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അത് നടത്തുന്നതും ക്ലേശം നിറഞ്ഞതാണ്, സഹനം നിറഞ്ഞതാണ്, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. പലപ്പോഴും എത്താറില്ല. പലപ്പോഴും അങ്ങനെയുള്ള ഒരുപാട് പോരായ്മകൾ വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഏറ്റെടുക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാറുണ്ടെങ്കിൽ അതല്ല കാര്യം. ശരിക്കും മരീഫത്തർ ശരിക്കും പിശാചിനാൽ നിരന്തരമായിട്ട് അവർ വേട്ടയാടപ്പെടും. പിശാചിനാൽ നിരന്തരമായിട്ട് വേട്ടയാടപ്പെടുന്നവരാണ് മരീഫത്തർ. അതുകൊണ്ട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അച്ഛൻ എല്ലാ ദിവസവും 101 മണി 153 മണി അല്ലെങ്കിൽ 1000 മണിക്ക് ചെല്ലുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സഹനത്തിനൊരു കുറവുമില്ല, രോഗത്തിനൊരു കുറവില്ല, അല്ല ബുദ്ധിമുട്ടുകൾക്കൊരു കുറവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ യഥാർത്ഥ മരിയ ഭക്തരാണ്. എന്നാൽ യഥാർത്ഥ മരിയ ഭക്തനാണെന്ന് പറയുക അതോടൊപ്പം തന്നെ ഇങ്ങനെ യാതൊരു വിഷമവും കുഴപ്പമില്ലാതെ എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ മരിയ ഭക്തനല്ല, വ്യാജഭക്തനാണ്. ലൂയി മരിയ മോൺഫോർട്ട് പറയുന്ന പോലെ യഥാർത്ഥ ഭക്തനും യഥാർത്ഥ ഭക്തനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റാവുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് ഇത്. സഹനം കൂടപ്പുറപ്പായിട്ടുണ്ടായിരിക്കുക. 2, നിരന്തരമായ പിശാചനെ വേട്ടയാടപ്പെടുന്നൊരു ജീവിതമായിരിക്കും. ധന്യപദവിയിലിരിക്കുന്ന അഗ്രഡൽ മറിയം, ദ മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മൗതിക നഗരം എന്ന് പറയുന്നൊരു 3 വോളിയം പുസ്തകം രചിക്കുകയുണ്ടായി. ഈ 3 അല്ലെങ്കിൽ 4 വോളിയം പുസ്തകം രചിച്ചപ്പോൾ അതിനൊരു ആമുഖമായിട്ട് ഈ ധന്യപദവിയിലായിരിക്കുന്ന അഗ്രഡൽ മറിയം ഇപ്രകാരം കുറിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അമ്മ പറഞ്ഞു തന്നതും വെളിപ്പെടുത്തിയുമായ കാര്യങ്ങൾ ഞാൻ ഇവിടെ ആലേഖനം ചെയ്തതുകൊണ്ട് ഞാൻ നിരന്തരമായിട്ട് നരകസർപ്പമായിട്ട് യുദ്ധത്തിലാണെന്ന് പറയുന്നത്. അപ്പം അവളുടെ ജീവിതം മുഴുവൻ നിരന്തരമായി നരകസർപ്പം വേട്ടയാടി എന്നുള്ളതാണ്. നിങ്ങളാരെയും നരകസർപ്പത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ആരും കണ്ടിട്ടില്ല. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ആ പുരാതന സർപ്പം, ആ നരകസർപ്പത്തെ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ആരും കണ്ടിട്ടില്ല. ആ നരകസർപ്പത്തെ, ആ പുരാതന സർപ്പത്തെ നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ യഥാർത്ഥ മരീഭക്തരാണ്, നിങ്ങൾ കാണും. കാരണം എന്താ? ലൂയി മോൺഫോർട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് ഈ യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പം മോൺഫോർട്ട് പറയുന്നുണ്ട്, ഇത് പ്രസിദ്ധീകരിക്കാൻ എൻ്റെ ജീവിതകാലത്ത് തന്നെ എനിക്ക് സാധിക്കുമില്ലയോ എന്ന് അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്.
ഇത് പ്രസിദ്ധീകരിക്കാൻ എനിക്ക് എൻ്റെ ജീവിതകാലത്ത് സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മരണശേഷമാണ് അത് വെളിച്ചം കണ്ടത്. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അത് ഇറങ്ങിയില്ല, ആ പുസ്തകം ഇറങ്ങിയില്ല. ചിലപ്പോഴൊക്കെ ദൈവം അനുവദിക്കും, ചിലപ്പം ദൈവം അനുവദിക്കുന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ അശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ നമ്മുടെ ജീവൻ ചിലപ്പം സാത്താൻ എടുക്കും, പിശാചെടുക്കും. അതുകൊണ്ടാണ് വിശുദ്ധരെപ്പോഴും ആത്മീയ കരുതലും ആത്മീയ ജാഗ്രതയും ആത്മീയ വിവേകവും കാത്തു സൂക്ഷിച്ചവരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യഥാർത്ഥ മരീഫത്തിനെ സംബന്ധിച്ച് അവൻ എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അവൻ ദൈവത്തോട് എപ്പോഴും ആലോചന ചോദിക്കും. ദൈവത്തോട് എപ്പോഴും ആലോചന ചോദിച്ച് ദൈവം അതിന് സമ്മതം കൊടുത്തെങ്കിൽ മാത്രമേ അവൻ അതിന് പോകുകയുള്ളൂ, അവിടെ ചെല്ലുകയുള്ളൂ, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ എന്തു പറ്റും? അവൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ പോകുമ്പോൾ എന്തു പറ്റും? പ്രശ്നങ്ങളല്ല, അവൻ്റെ മരണം തന്നെ സംഭവിക്കാം. അങ്ങനെയാണ് വിശുദ്ധരുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാനിതെല്ലാം വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിച്ച് കിട്ടുന്ന അറിവാട്ടോ. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 3 രാജാക്കന്മാർ ഉണ്ണീശയെ കാണാനായിട്ട് പോകുന്നുണ്ട്, അല്ലേ? 3 രാജാക്കന്മാർ ഉണ്ണീശയെ കാണാൻ പോകുന്നില്ലേ? 3 രാജാക്കന്മാർ ഉണ്ണീശയെ കാണാൻ പോകാൻ നേരത്ത് എന്താണ് സംഭവിച്ചത്? അവർ വഴിതെറ്റിപ്പോയൊന്നുമില്ല. ബൈബിളിലില്ലാത്ത കാര്യം പറയാതെ, ബൈബിളിലില്ലാത്ത കാര്യം പറയാതെ അവർ വഴിതെറ്റിപ്പോയൊന്നുമില്ല. ഹെറോദോസിനെ അടുക്ക ചെല്ലുന്നുണ്ട്. ഹെറോദോസ് എന്നതാ പറയുന്നത്, നിങ്ങൾ പോയി അവനെ പോയി ആരാധിച്ചിട്ട് പറഞ്ഞ് എനിക്കും അവനെ ആരാധിക്കണം. എന്നിട്ട് എന്ത് സംഭവിച്ചു? നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവരങ്ങോട്ട് പോയി. എവിടെ പോയി? വല്ലാർപാടത്തേക്കോ? കാലിത്തോട്ടത്തിലേക്ക് അവർ പോയി. അപ്പോൾ കാലിത്തോട്ടത്തിലോട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ഉണ്ണീശയെ കണ്ട് ആരാധിച്ച് പൊന്നും മീറയും കുന്തിരിക്കവും എല്ലാം കൊടുത്തു. അതെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം തിരിച്ചു പോന്നു. എന്തുകൊണ്ട് അവർ വേറെ വഴി തിരിച്ചു പോയത്? മാലാഖ അറിയിച്ചുകൊണ്ടാണോ പോയത്? അവർ വേറെ വഴി തിരിച്ചു പോകാൻ കാരണം മറ്റൊന്നുമല്ല, വന്ന വഴി അവർ തിരിച്ചു പോകാതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വന്ന വഴിയെ തന്നെ തിരിച്ചു പോയി അവരെ കൊല്ലും. ഹെറോദോസ് അവരെ കൊല്ലും. അത് സ്വർഗത്തിൽ നിന്ന് അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ട് തന്നെയാണ്. അപ്പം സ്വർഗത്തിൽ നിന്ന് അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ട് അവർ വന്ന വഴിയെ പോകാതെ വേറെ വഴിയിലൂടെ അവർ തിരിച്ചു പോയി. അല്ലെങ്കിൽ ഹെറോദോസ് അവരെ കൊന്നില്ലെങ്കിൽ ആരെ കൊല്ലും? ഉണ്ണീശയെ കൊല്ലും. ഹെറോദോസ് എന്തിൻ്റെ പ്രതീകമാണ്? പിശാചിൻ്റെ പ്രതീകമാണ്, സാത്താൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് ഈ ഉണ്ണീശോയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചവൻ ആരാണ്? ആരാ ഉണ്ണീശോയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്? ആരാണ് ഉണ്ണീശോയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്? ഔസേപ്പിതാവ്. അതുകൊണ്ടാണ് പിശാചികളുടെ പരിഭ്രമമേ എന്ന് ഔസേപ്പിതാവിനെ വിളിക്കുന്നതിൻ്റെ അവിടെ പ്രധാനപ്പെട്ട കാരണം. അതെവിടെയാണ് വിളിക്കുന്നത്? വീട്ടിലോ? കണ്ണമാലിയിലോ? ലുത്തിനിയയിലാണ് വിളിക്കുന്നത് പിശാചിയുടെ പരിഭ്രമേ. 2, ഈശോയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതാരാ? ഈശോയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതാരാ? മരണത്തിൽ നിന്ന് ഈശോയെ രക്ഷിച്ചതാരാണ്? ഔസേപ്പിതാവാണ്. അതുകൊണ്ടാണ് അവനെ മരണാസന്നയുടെ മധ്യസ്ഥന എന്ന് വിളിക്കുന്നത്. എവിടെ വിളിക്കുന്നത്? ലുത്തിനിയയിലാണോ? ലുത്തിനിയയിലാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നല്ലത്, കൊള്ളാം. എവിടെയാണേലും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥ മരിയ ഭക്തരെ
സാത്താൻ വേട്ടയാടും. എന്തുകൊണ്ടാണ് അവൻ വേട്ടയാടുന്നത്? പിശാചന് മാതാവിനോടുള്ള വൈരാഗ്യം. അതെ, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവൾ നിന്റെ തല തകർക്കും, അവളുടെ സന്തതി നിന്റെ സന്തതി തമ്മിൽ ഞാൻ എന്തു ചെയ്യും? ശത്രുതയുള്ള. അപ്പോൾ യഥാർത്ഥ മരിയഭക്തൻ അല്ലെങ്കിൽ മരിയഭക്തയാണെങ്കിൽ അവൻ ഒറിജിനൽ സാത്താനെ കണ്ടിരിക്കും നേരിട്ട്. അവൻ ആ പുരാതന സർപ്പത്തെ, ലൂസിഫറിനെ നേരിട്ട് കണ്ടിരിക്കും. മാതാവിനോട് ഭക്തിയുള്ള എല്ലാ വിശുദ്ധരും ഇവനെ കണ്ടിട്ടുണ്ട്, ഇവനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഇവനെ വിജയിച്ചിട്ടുമുണ്ട്. ലൂയി മരിയ മോൺഫോർട്ട്, ഫ്രാൻസിസ് സാലിസ്, മാക്സിമിലിയൻ കോൾബ, ഇങ്ങനെ ഒരു വിശുദ്ധരുടെ ഗണം തന്നെയുണ്ട്, നിര തന്നെയുണ്ട്. ബെട്ടലോഗോ, വാഴ്ത്തപ്പെട്ട ബെട്ടലോഗോ. ബെട്ടലോഗോ ആരായിരുന്നു? സാത്താൻ സേവയിലെ ഒരു പുരോഹിതനായിരുന്നു. നിരീശ്വരവാദവും ആപേക്ഷികവാദവും ഇങ്ങനെയുള്ള നിരവധിയായ വാദങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി കലക്കി കുടിച്ച സാത്താൻ സഭയിലെ പുരോഹിതനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ ഞാൻ വായിച്ചതാണ്. അദ്ദേഹമാണ് പിന്നീട് മാനസാന്തരപ്പെട്ട് കത്തോലിക്ക സഭയിൽ വന്ന് ജപമാല ഭക്തി പ്രചരിപ്പിച്ച് ഇറ്റലിയിലെ പോംബെ ദേവാലയം, ബോംബെ അല്ല പോംബെ, ഇറ്റലിയിലെ പോംബെ ദേവാലയം പണിതത് ഈ വാഴ്ത്തപ്പെട്ട ബെട്ടലോഗയാണ്. അപ്പം അതുകൊണ്ട് ഈ മാതാവിനോടുള്ള ഭക്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ചില ബേസിക് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. 3, അവർക്ക് രോഗങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. രോഗം എപ്പോഴും അവരുടെ ഒരു കൂടപ്പുറപ്പ് പോലെ കാണും. എന്തിനാണ് രോഗം തരുന്നത്? ഈശോയുടെ പീഡാനുഭവത്തോട് താതാത്മ്യപ്പെടാനാണ്. ഈശോയുടെ പീഡാനുഭവത്തോട് അവർ താതാത്മ്യപ്പെട്ട ജീവിതം നയിക്കുവാനാണ് രോഗങ്ങൾ എപ്പോഴും തരുന്നത്. 4, അവരെപ്പോഴും പരിശുദ്ധ അമ്മയുടെ യാകുലങ്ങൾ ധ്യാനിക്കുന്നവരായിരിക്കും. മാതാവിന് എത്ര യാകുലമുണ്ട്? ഒന്ന് കുറവല്ലേ? ഒന്ന് കുറവല്ലേ? ഒരു യാകുലം കുറവല്ലേ? അല്ലേ? നമ്മളിങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ തെക്കോട്ടും വടക്കോട്ടും പുറകോട്ടൊക്കെ നോക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വലിയ ഉറപ്പൊന്നുമില്ല, ഇത് പഠിച്ചു വെച്ചേക്കുന്ന കാര്യം 7 യാകുലാന്ന്. നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ധ്യാനിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് സ്ഥായിയായിട്ട് നമ്മുടെ മനസ്സിൽ ഉറച്ചു കിടക്കുള്ളൂ. അത് 7 യാകുലല്ലേ. ഒന്ന് കൂടുതലുണ്ടോ ഒന്ന് കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ തെക്കോട്ടും വടക്കോട്ടും പുറകോട്ടും മുന്നോട്ടും നോക്കിയില്ല. നമ്മുടെ ബേസിക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പോകുന്നേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ട് പോകുന്നു, മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നു. പക്ഷേ കേട്ട കാര്യങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നില്ല. ബൈബിളിലെ ഒരു സംരക്ഷണ വചനമുണ്ട്. എന്താ പറയുന്നത്? പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. എത്രാം സങ്കീർത്തനാ? 121. പകൽ സൂര്യനെ രാത്രി ചന്ദ്രൻ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? പകലും രാത്രി ആരും നിന്നെ ഉപദ്രവിക്കുക, അതാണ് അർത്ഥമാക്കുന്നത്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് തിരുവചനം നമ്മോട് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്? പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സൂര്യനും ചന്ദ്രനും നമ്മളെ ഉപദ്രവിക്കാൻ കഴിയും.
നമ്മൾ തിരുവചനം ധ്യാനിക്കുന്നത് അങ്ങനെയാണ്. ചില കാര്യം സംഭവിക്കില്ല എന്ന് പറഞ്ഞ് വാഗ്ദാനം നമുക്ക് തരുന്നത്, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ലെന്ന് ദൈവമായ കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? ഇതിന് രണ്ട് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുന്നു തന്നെയാണ്. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തിരുവചനം ഇങ്ങനെ വായിച്ചു വിട്ടുകൊണ്ട് കാര്യമില്ല. ഒരു വചനം കാണുമ്പോൾ അത് നമ്മൾ ആഴത്തിൽ ധ്യാനിക്കണം. ആഴത്തിൽ ധ്യാനിക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ സത്ത, പൊരുൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. തിരുവചനം ആഴത്തിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വചനത്തിൻ്റെ പൊരുൾ, സത്ത നമുക്ക് പിടികിട്ടുകയുള്ളൂ. സൂര്യനും ചന്ദ്രനും നമ്മളെ ഉപദ്രവിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വചനം എഴുതേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ പകൽ സൂര്യനും രാത്രി ചന്ദ്രനും നിന്നെ ഉപദ്രവിക്കുകയില്ല. അപ്പോൾ ഇതിനെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട്, സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഈ തിരുവചനത്തെ ആഴത്തിൽ അതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷ ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ തിരുവചനം ആഴത്തിൽ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു. തിരുവചനം ആഴത്തിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിലത് എന്ത് ചെയ്യുന്നത്? മാംസം ധരിക്കുകയുള്ളൂ. അപ്പം വചനമാകുന്ന ഈശോനെ മാംസം ധരിക്കാനായിട്ട് ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായ പരിശുദ്ധ അമ്മ ദൈവികമായ ജ്ഞാനത്താൽ ദേവാലയത്തിൽ തൻ്റെ ജീവിതം ചെലവഴിക്കാൻ സമയം തൊട്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ആഴത്തിൽ വായിച്ച് പഠിച്ച് ധ്യാനിച്ചിരുന്നു. സദാസമയം വചനം ഉരുവിട്ടുകൊണ്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവപുത്രൻ്റെ വരവിനായി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സ്ത്രീകൾ വെച്ച് ഏറ്റവും മഹതിയായിട്ട് സ്വർഗം കണ്ടെത്തിയത് ആരെയാണ്? പരിശുദ്ധ അമ്മേനെയാണ്. അങ്ങനെ കണ്ടെത്തപ്പെട്ടതുകൊണ്ട് നമുക്കൊരു സന്ദേശം എന്താണ്? നമ്മൾ ഈ യുഗത്തിലായിരിക്കുമ്പോൾ മാതാവിൻ്റെ ഭക്തൻ അല്ലെങ്കിൽ ഭക്തയാകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് വചനം നിരന്തരമായിട്ട് ഉരുവിടുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചെടുക്കണം. അതുകൊണ്ടാണ് രാവിലെ ഞാൻ ഗുണവന്തര പുണ്യാന്റെ സങ്കീർത്തന വചനം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ സക്കരാരിൽ ആര് വസിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം സർവപരിശുദ്ധൻ തന്നെയായ ദൈവം വസിക്കാനായിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തെങ്കിൽ, പരമപരിശുദ്ധിയുടെ കേന്ദ്രമായ ദൈവം തന്നെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തെങ്കിൽ ആ വ്യക്തിയുടെ വിശുദ്ധി എത്രത്തോളം വലുതായിരിക്കും? അശുദ്ധിയുള്ളിടത്ത് വിശുദ്ധിക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇരുട്ടും വെളിച്ചവും ഒരുമിച്ച് പോവുമോ? പ്രകാശവും ഇരുട്ടും ഒരുമിച്ച് പോവുമോ? ഇല്ല. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ പറയുന്ന പോലെ വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരാകും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ ഗുണവന്തര പുണ്യകാലം വീണ്ടും ഒരു സങ്കീർത്തന വചനത്തിൽ പറയുന്നുണ്ട്. ഓ നാഥേ, എൻ്റെ പൂർണ്ണ ആത്മാവോടുകൂടി ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുന്നു. ഓ നാഥേ, ഞാൻ എൻ്റെ പൂർണ്ണ ആത്മാവോടുകൂടി അങ്ങയെ പ്രകീർത്തിക്കുന്നു. എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മറിയത്തെ നമ്മൾ മഹത്വപ്പെടുത്തണമെങ്കിൽ വിശുദ്ധ അംബ്രോസിൻ്റെ തിരുനാളെന്ന് വിശുദ്ധ അംബ്രോസ് പറയുന്ന പോലെ മറിയത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. മറിയത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് അവളെ നിരന്തരമായിട്ട് മഹത്വപ്പെടുത്താൻ സാധിക്കും. ആ മറിയത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ, നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ എന്താണ്? നമുക്കതുപോലെ ഒരു വിശുദ്ധി ഉണ്ടായിരിക്കണം. വിശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശുദ്ധി. ഞാൻ മാതാവിനെക്കുറിച്ച് കുറച്ച് പുസ്തകമൊക്കെ ചെയ്തപ്പോൾ വീണ്ടും ഈ അഗ്രേഡൽ മറിയത്തിൻ്റെ ഒരു പുസ്തകം എടുത്തുകൊണ്ട് ഞാനത് ചെയ്യുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ട സമയത്താണ് ഒരു ദിവസം രാവിലെ പരിശുദ്ധ അമ്മ
എൻ്റെ മുറി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ വിശുദ്ധ ഔസേപ്പിതാനെക്കുറിച്ച് എഴുതാൻ ആരംഭിച്ചതും. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന പുസ്തകമൊക്കെ ഞാൻ ഔസേപ്പിതാനെക്കുറിച്ച് പരിശുദ്ധ അമ്മേനെ സഹായിച്ചതാണ്. അപ്പം അന്നേരം നമ്മൾ ഈ ഔസേപ്പിതാവൊക്കെ ഒരു മറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. യഥാർത്ഥത്തിൽ ഔസേപ്പിതാവ് ആരാണ്? യഥാർത്ഥത്തിൽ ഔസേപ്പിതാവ് അറിയാവോ? സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഔസേപ്പിതാവ് പിതാവായ ദൈവത്തിൻ്റെ നിഴലാണെന്നാണ് പറയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ നിഴലാണ് വിശുദ്ധ ഔസേപ്പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപിതാവിൻ്റെ ഒരു സ്ഥാനം സഭാപിതാക്കന്മാർ വിശുദ്ധ ഔസേപ്പിതാവിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ദൈവമാതാവായിരുന്നിട്ടും കൂടി പരിശുദ്ധ അമ്മ സ്ഥാനം കൊണ്ട് ഔസേപ്പിതാവിന് മുകളിലാണെങ്കിൽ തന്നെയും പക്ഷേ പദവി കൊണ്ട് ഔസേപ്പിതാവിന് താഴെയായിട്ടാണ് നിന്നത്. ഔസേപ്പിതാവ് പറയുന്നത് വിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചിന്തിച്ചിട്ടില്ല, ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അപ്പം ഈ പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ ഭക്തിയുള്ളവരെ അമ്മ തന്നെ ആരുടെ പക്കലേക്ക് കൊണ്ടുപോകും? തൻ്റെ ഭർത്താവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകും. ഔസേപ്പിതാവിനോട് യഥാർത്ഥത്തിൽ ഭക്തിയുള്ളവരെ ഔസേപ്പിതാവ് തന്നെ തൻ്റെ മണവാട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഈ മരീഭക്തിയുടെ വേറൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, ആരെങ്കിലും പറയുകയാണ് എനിക്ക് മാതാവിനോട് നല്ല ഭക്തിയുണ്ട്, യഥാർത്ഥ ഭക്തിയുണ്ടെന്ന് പറയും. അതേസമയം തന്നെ അവിടെ ഭർത്താവിനോട് യഥാർത്ഥ ഭക്തി ഇല്ലെങ്കിൽ അമ്മ താഴെ എന്നും പറഞ്ഞ് വഞ്ചിപ്പാട്ട് പാടിയാലും അത് പാടിക്കൊണ്ട് രാവിലെ എഴുന്നേറ്റാലും രാത്രി ഉറങ്ങുമ്പോഴും അമ്മ താഴെ എന്ന് പറഞ്ഞോട് പാടി ഉറങ്ങിയാലും ഔസേപ്പിതാവിനോട് അവന് യാതൊരുവിധ ഭക്തിയുമില്ലെങ്കിൽ അവൻ യഥാർത്ഥ മരിയ ഭക്തനല്ലെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കാരണം അപ്പൻ്റെ സ്ഥാനമാണ് ദൈവപിതാവ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയോട് ഈ ബണോന്തര പുണ്യാളൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങേ കൃപ ദരിദ്രർ വർഷിക്കണമേ, വിശക്കുന്നവരെയും ദാഹാർത്ഥരെയും എല്ലാം പുനർജീവിപ്പിക്കണമേ എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം വേറൊരു സങ്കീർത്തനത്തിൽ 113 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അതായത് ഇഹലോകത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപിരിയുമ്പോൾ ഓ പരിശുദ്ധ അമ്മേ എൻ്റെ ആത്മാവിനെ കണ്ടുമുട്ടി സ്വീകരിക്കണമേന്ന്. അപ്പം ഇഹലോകത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വേർപിരിഞ്ഞ് പോകുമ്പോൾ ഈ ആത്മാവ് വേറെ എങ്ങും പോകാതെ ഈ ആത്മാവിനെ കണ്ടുമുട്ടി സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാകണമേ, കൂടെ വരണമേ എന്നാണ് പറയുന്നത്. അപ്പം യഥാർത്ഥ മരിയ ഭക്തരിൽ എന്താണ്? അവനെപ്പോഴും നിത്യരക്ഷ ഉറപ്പാക്കും. അവൻ്റെ നിത്യരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് മരിയ ഭക്തി. അപ്പോൾ യഥാർത്ഥ മരിയ ഭക്തിയിൽ ജീവിതം നയിക്കുന്നവർ, ആ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരെ, ആ വ്യക്തിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആര് വരും? പരിശുദ്ധ അമ്മ വരും. അങ്ങനെ അനേകം വിശുദ്ധരുടെ ജീവചരിത്രം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളൊക്കെ പ്രത്യേകിച്ച് മാതാവിൻ്റെ ഈ അമലോത്സവ തിരുനാളിൻ്റെ തലേദിവസമായിരിക്കുമ്പോൾ രാവിലത്തെ സെഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ അമലോത്സവം എന്താണ്, അമലോത്സവത്വം എന്താണ്, ആ അമലോത്സവത്തിൻ്റെ യോഗ്യത എനിക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുന്നത്, ആ അമലോത്സവത്തിൻ്റെ യോഗ്യതയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കുടുംബത്തെ എങ്ങനെയാണ് എനിക്ക് വിശദീകരിച്ചെടുക്കാൻ പറ്റുന്നത്, ആ അമ്മയുടെ അമലോത്സവത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ കഴിഞ്ഞുപോയ തലമുറയും ഇപ്പോഴുള്ള തലമുറയും വരാനിരിക്കുന്ന തലമുറയും എനിക്ക് എങ്ങനെയാണ് അമ്മയുടെ സംരക്ഷണയുടെ കീഴിലായിരിക്കാൻ സാധിക്കുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി
എന്ന് ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞതുപോലെ ആ ദൈവകൃപയുടെ അമ്മയ്ക്കുണ്ടായിരുന്ന ആ ദൈവകൃപയുടെ ആ നിറവിൽ മാതാവിൻ്റെ അമലോത്ഭവത്തിൻ്റെ യോഗ്യതയിൽ എനിക്ക് എങ്ങനെയാണ് ജീവിക്കുവാനും എൻ്റെ കുടുംബത്തെ എനിക്ക് വളർത്തിയെടുക്കുവാനും സാധിക്കുന്നത്? ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്, ധ്യാനിക്കേണ്ട വിഷയമാണ്, പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. വെറുതെ കേട്ടിട്ട് പോകേണ്ട വിഷയമല്ല. അത് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നിങ്ങൾക്ക് യഥാസമയത്ത് യഥാകാലത്ത് യഥായോഗ്യം വെളിപ്പെടുത്തി തരും. മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? മനസ്സിലായോ? മനസ്സിലാകാത്തവർ വല്ലവരും ഉണ്ടോ? മനസ്സിലാകാത്തവരെല്ലാം എന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ആരും പറഞ്ഞു? എന്നാ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത സെഷൻ നമ്മുടെ ജോസ് പുതിയ അടുത്തച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനാണ് അടുത്ത ശുശ്രൂഷകളെല്ലാം നമുക്ക് നയിക്കുന്നത്. മാതാവിനെക്കുറിച്ച് ആധികാരികമായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ പ്രത്യേകിച്ച് റോസാമിസ്റ്റിക്ക മാതാവിനോടുള്ള അച്ഛൻ്റെ ഭക്തി അവർണ്ണനീയമാണ്. അപ്പം അതുകൊണ്ട് മാതാവിൻ്റെ പ്രത്യേകമായ ഒരു സംരക്ഷണമുണ്ട്, വാത്സല്യമുണ്ട്, മാതൃഭക്തി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ജോസഫ് എന്ന നാമധേയധാരിയാണ് ജോസഫ് പുതിയടത്ത് അച്ഛൻ. അപ്പം അച്ഛൻ്റെ ശുശ്രൂഷയിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഇന്ന് വിശുദ്ധ അംബ്രോസിൻ്റെ തിരുനാൾ സഭ ആചരിക്കുമ്പോൾ മാതൃഭക്തനായിരുന്നു അംബ്രോസ്. അപ്പം അംബ്രോസിൻ്റെ മാധ്യസ്ഥം, അതുപോലെ തന്നെ അമലോത്ഭവ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥവും തിരുക്കുടുംബത്തിൻ്റെ കൂട്ടായ്മയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ എല്ലാ ആത്മീയ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ പൊതുവായിട്ടുള്ള എല്ലാ ശുശ്രൂഷ മേഖലയിൽ നമ്മൾ കൈവെപ്പ് പ്രാർത്ഥന നടത്തും. വിശുദ്ധ തൈലം പൂശി എല്ലാവരെയും സംരക്ഷണയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. ആ ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1-2 കാര്യങ്ങൾ പൊതുവായിട്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ ആരാധനയിലേക്ക് 3 മണിക്ക് കൃത്യം ആരാധനയിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിച്ചത്. നമുക്കൊരു നിമിഷം ഇരിക്കാം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ആണോ? ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം കൂടിയവരുണ്ടോ ഇതിൻ്റെ അകത്ത്? എത്ര പേരുണ്ടോന്ന് കൈവയ്ക്കേ? കൂടാത്തവരും ഉണ്ട്. ഓക്കെ. അപ്പം നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ വാത്സല്യ മാധ്യസ്ഥവും സാന്നിധ്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രസിദ്ധമായ തീർത്ഥകേന്ദ്രത്തിൽ അമ്മയുടെ മക്കളായ ഞങ്ങളെല്ലാവരും ഇതാ ഒന്ന് ചേർന്നിരിക്കുന്നു. മരിയൻ സമർപ്പണം നവീകരിക്കുവാനായി ഞങ്ങളിതാ ഈ ധ്യാനത്തിൽ പങ്കുചേർന്ന് ഒരിക്കൽ കൂടി അമ്മയ്ക്കും അമ്മയിലൂടെ ഈശോയ്ക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഒരുങ്ങുന്ന കർത്താവേ, ഈ ധ്യാനത്തെ സംബന്ധിക്കുന്ന ഓരോരുത്തരെ അങ്ങനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ പെന്തക്കോസ്താ ദിനത്തെ അമ്മയുടെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാർക്ക് ലഭിച്ചതുപോലെ അമ്മയുടെ സാന്നിധ്യത്തിലും മധ്യസ്ഥതയിലും ഈ മക്കൾക്കും ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഇവരെ എല്ലാവരെയും നിറച്ച് അങ്ങേക്ക് സാക്ഷികളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ ധ്യാനത്തിന് സമാപന ശുശ്രൂഷയിലേക്ക് കടക്കുന്ന ഈ സമയം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ കുറവുകളും പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മനിറവോടുകൂടി ഇവിടെ തിരിച്ചു പോകുവാൻ അനുഗ്രഹിക്കണമേ. പെന്തക്കോസ്തായുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പെന്തക്കോസ്താ അനുഭവത്തിലേക്ക് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളെല്ലാവരെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ശിഷ്യന്മാരെ പോലെ അമ്മയോടൊപ്പം ഞങ്ങളും ഇതാ പ്രാർത്ഥനയിലായിരുന്നുവല്ലോ. കർത്താവേ, ഈ ധ്യാനത്തിലും ഈ ആരാധനയും പങ്കുചേരുന്നത് വഴി ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏതൊരു ധ്യാനത്തിൻ്റെയും പൂർത്തീകരണമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഏത് ധ്യാനമായിരുന്നാലും, അത് സൗഖ്യധ്യാനമാണെങ്കിലും ആന്തരിക സൗഖ്യധ്യാനമാണെങ്കിലും മനസാന്തരത്തിൻ്റെ മെറ്റനോയിക് ധ്യാനമാണെങ്കിലും
ജീവിത നവീകരണ ധ്യാനമാണെങ്കിലും ഏത് ധ്യാനം എടുത്താലും അതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായി 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ശുദ്ധീകരണവും, 2 നമ്മുടെ ശക്തീകരണവും. ഏതൊക്കെയാണത്? നമ്മുടെ ശുദ്ധീകരണവും നമ്മുടെ ശക്തീകരണവും. ഇതാണ് ഈശോയുടെ രക്ഷാകര ദൗത്യത്തിന് നമ്മൾ കണ്ട. കർത്താവ് തന്നെ വിളിച്ചവരെ വിശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചവരെ അവിടുന്ന് ശക്തിപ്പെടുത്തിയവരെ അവിടുന്ന് അയച്ചു. എന്തായിട്ട് അയച്ചു? സാക്ഷികളായി അയച്ചു. ഇപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 4 തലങ്ങളാണത്. കർത്താവ് നമ്മളെ വിളിക്കുന്നു, കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു, കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നു, കർത്താവ് നമ്മളെ അയക്കുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ 4 തലങ്ങളെന്ന് പറയുന്നത്. വിളിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, അയക്കുന്നു. അപ്പം ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ വിളിക്കും. ഇപ്പം ഈ ധ്യാനത്തിലേക്ക് വന്നപ്പോഴും ആരാണ് നമ്മളെ അടിസ്ഥാനപരമായിട്ട് വിളിച്ചത്? ഈശോയാണ് വിളിച്ചത്, ഇല്ലേ? കർത്താവ് നമ്മളെ വിളിച്ചു. ആ നോട്ടീസിലൂടെ ആയാലും മാധ്യമത്തിലൂടെ ആയാലും പേഴ്സണലാണെങ്കിലും ആ വിളിയുടെ സ്വരം നമ്മിലേക്ക് എത്തി. നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ വിളിച്ചതുപോലെ ഈ ധ്യാനത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചു. ആ വിളി കേട്ട് വന്നവരെ അവിടുന്ന് വിശുദ്ധീകരിച്ചു. കുമ്പസാരത്തിലൂടെയും അല്ലെങ്കിൽ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയിലൂടെയും മറ്റ് വിമോചന പ്രാർത്ഥനകളിലൂടെ എല്ലാം അവിടുന്ന് നമ്മളെ വിശുദ്ധീകരിച്ചു. ഇനി അവിടുന്ന് ഈ ദിവസങ്ങളിൽ തന്നെ വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അഭിഷേക പ്രാർത്ഥനകളിലൂടെ എല്ലാം നമ്മളെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു. ഇനി അവസാനത്തെ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. ശിഷ്യന്മാർക്കും അതെ, ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് അവരെ ശക്തിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അഭിഷേകം വന്നത് എപ്പോഴാണ്? പെന്തക്കോസ്ത ദിവസത്തിലാണ്. അപ്പം അതും ആരോടുകൂടിയായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്? അമ്മയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചിടാം, അമ്മയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റും. അപ്പോൾ ശിഷ്യന്മാർ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓർക്കുന്നത് മഹാജൂബിലിയുടെ വത്സരത്തിൽ 2000 ആണ്ടിന് ഒരുക്കമായി 3 വർഷത്തെ ഒരുക്കമാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. അപ്പോൾ ഏതാ 98, 99, 3 വർഷമായിട്ടാണ് ആ മഹാജൂബിലി ആചരിച്ചത്. അപ്പം അതിലൊരു വർഷം 99-ാം വർഷം പരിശുദ്ധാത്മാവിൻ്റെ വർഷമായിരുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ വർഷത്തിൽ ഏറ്റവും കൂടെ ചെന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രസക്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, പരിശുദ്ധാത്മ നിറവിനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഇതൊക്കെയായിരുന്നു അന്നത്തെ ധ്യാന വിഷയങ്ങളും ചർച്ചാ വിഷയങ്ങളും ഒക്കെ. ഒരു വർഷം മുഴുവൻ നീണ്ടു നിന്ന ആ ധ്യാനങ്ങളൊക്കെയാണത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം പിതാവിൻ്റെ വർഷം വന്ന് അവസാനത്തെ എന്താണ്? ആബാ വർഷം, ഇല്ലേ? നമ്മൾ പ്രഖ്യാപിച്ച മഹാജൂബിലി. അപ്പോൾ അതിന് ആ മഹാജൂബിലിയുടെ അവസരത്തിലുണ്ടായ ധ്യാനത്തിൽ പല ധ്യാനങ്ങളും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഞാനും ഒരു സെഷൻ എടുത്തിരുന്നത് എറണാകുളം രൂപതയെ. അപ്പോൾ അന്നത്തെ ജോബച്ചനായിരുന്നു, കൂട്ടുകലച്ചനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അച്ഛൻ അന്ന് അതിൻ്റെ പേരിട്ട് ആബാനുഭവ ധ്യാനം എന്ന് പറഞ്ഞു. നിങ്ങൾ ചിലർ കൂടിക്കാണുമത്, ഇല്ലേ? ആബാനുഭവ ധ്യാനം, ദൈവത്തെ പിതാവായി അനുഭവിക്കാൻ സഹായിക്കുന്ന ധ്യാനത്തെയാണ് എന്തെന്ന് പറഞ്ഞത്? ആബാനുഭവ ധ്യാനം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നെങ്കിലും അനുഭവിച്ചിട്ടില്ല, ആ അനുഭവത്തിലേക്ക് പലരും എത്തിയിട്ടില്ല. അതിനുകൊണ്ടാണ് ആബാനുഭവ ധ്യാനമെന്ന് അതിന് പേരിട്ട്. അങ്ങനെ ആ വർഷം പള്ളികളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ആബാനുഭവ ധ്യാനം നടത്തുമായിരുന്നു. അത് വലിയൊരു എക്സ്പീരിയൻസാണ്. ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള യോഗ്യത നമുക്ക് ലഭിച്ചു. പക്ഷെ ആ വിളിക്ക് ഒരു അനുഭവമായിട്ട് നമ്മൾ തീർന്നിട്ടില്ല പലപ്പോഴും. കാരണം പിതാവിനെ വിളിച്ച് വളരെ കുറച്ച് പേരെ പ്രാർത്ഥിക്കാറുള്ളൂ, ഇല്ലേ? പ്രാർത്ഥിക്കാറുണ്ടോ? സ്വർഗസ്ഥനായ പിതാവ് ചെല്ലും, ഇല്ലേ? അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈശോയുടെ അടുത്തേക്ക് വരെ എത്തി, എന്നാലും പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു ധ്യാനമാണ്. അപ്പം അന്ന് ഓർക്കുന്നു. അപ്പം അവിടെ ആ ധ്യാനത്തിലും എല്ലാം പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നടന്നതിനെ കുറിച്ചൊരു പടമുണ്ടാക്കിയായിരുന്നു അന്ന് ഈ മഹാജൂബിലിയുടെ അവസരം.
അപ്പോൾ ആ ജൂബിലി മത്സരത്തിൽ ആ ഒരു ഇറ്റലിയിൽ നടന്ന ഒരു അന്തർദേശീയ കരിസ്മാറ്റിക് കോൺഫറൻസിൽ സ്റ്റേജിൽ വെച്ചിരുന്ന പടമാണെന്ന് പ്രസിദ്ധമായത്. അതിൻ്റെ അകത്ത് വരച്ച് വെച്ചത് ഒരു ആർട്ടിസ്റ്റ് വരച്ചതാണ്, ഇറ്റാലിയൻ ആർട്ട്. അതിനകത്ത് വരച്ച് വെച്ചത് ഇത് ഇപ്രകാരമാണ്: ശിഷ്യന്മാർ സാധാരണ നമ്മൾ കണ്ടേക്കണ പെന്തക്കോസ്തായുടെ പടം എന്താ? മാതാവിൻ്റെയും ശിഷ്യന്മാരുടെയും തലയിൽ എന്തിരിക്കുന്ന തീനാവുകൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഇല്ലേ? തീനാവുകൾ ഇരിക്കുന്നത് എല്ലാവരുടെയും തലയിലും ഉണ്ടാവും. അപ്പോൾ മാതാവിൻ്റെ തലയിലും ഉണ്ട് പരിശുദ്ധാത്മാവ് വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കണം. പക്ഷേ ഈ ഇതിൻ്റെ അകത്ത് വേറൊരു തരത്തിൽ അത് വരച്ചേക്കണം. തീനാവുകളില്ല, പക്ഷേ എല്ലാവരുടെയും എന്താ വെച്ചാൽ വലിയൊരു അഗ്നിഗോളം. ആ അഗ്നിഗോളത്തിൽ നിന്ന് മിന്നൽ പിണര് പോലെ മാതാവാണ് നടുക്ക് നിൽക്കുന്നത്. ശിഷ്യന്മാരെല്ലാം രണ്ട് സൈഡിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാതാവാണ് കാർമ്മികയായിട്ട് നിൽക്കുന്നത്, മനസ്സിലായോ? കാർമ്മികയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ മുട്ടുകുത്തി നിന്നാണ് മാതാവ് പ്രാർത്ഥിക്കുന്നത്. ശിഷ്യന്മാരെല്ലാം എഴുന്നേറ്റ് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ എഴുന്നേറ്റ് നിന്നിട്ട് ഒന്നും നേരെ നിൽക്കണില്ല, കള്ളു കുടിച്ച പോലെ. എന്ന് വെച്ചാൽ നേരെ നിൽക്കാൻ പറ്റില്ല. എന്ത് വന്നപ്പോഴാ പരിശുദ്ധ. അപ്പം അതാണ് അതിൻ്റെ വര. മാതാവ് ഇരുകരങ്ങളും മുട്ടുകുത്തി നിന്ന് ഇരുകരങ്ങളും വിരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അഗ്നിഗോളത്തിൽ നിന്ന് മിന്നൽ പിണർ പോലെ അമ്മയിലേക്കും ശിഷ്യന്മാരിലേക്കും അഗ്നിജ്വാല പടരുന്നതായിട്ടാണ് അത് വരച്ചു വെച്ചത്. അപ്പോൾ ഈ അഗ്നിജ്വാല വന്ന് ഓരോ ശിഷ്യന്മാരുടെ മേത്ത് ഓരോ ആംഗിളിലാണോ അവർ വരച്ചേക്കണത്. അവർ നിന്ന് കഴിയുമ്പോൾ അവരെല്ലാം ചിലർ വീഴാൻ പോണു, ചിലരിങ്ങനെ നേരെ വരണം നിൽക്കണില്ല. കാരണം എന്താ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നേരെ നിൽക്കാൻ പറ്റിയോ? ഇല്ല, നേരെ നടക്കാനും പറ്റണില്ല. കാരണം എന്താ? ആ ലോഡ് അങ്ങോട്ട് വന്നിട്ട് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് പരിശുദ്ധാത്മ അഭിഷേകം നടക്കുമ്പോൾ ചിലരൊക്കെ വീഴുന്നെന്ന് പറയും, ഇല്ലേ? ചിലർ മറിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാരം എന്ന് വെച്ചെന്നാൽ ഒരു ഭാരം ഹൃദയത്തിലല്ല, ഒരു ജീവിതത്തിലേക്കൊരു പവർ വരുന്ന അനുഭവമാണ്. അപ്പം അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ കൺട്രോളിനും അതീതമായൊരു ശക്തി വന്നു കഴിയുമ്പോൾ നമുക്ക് ചില പ്രശ്നമുണ്ട്. പിശാച് ബാധിച്ചാലും പ്രശ്നമുണ്ട്, പരിശുദ്ധാത്മാവ് വന്നാലും പ്രശ്നമുണ്ട്. കാരണം എക്സ്ട്രാ പവറാണ് വന്നത് നമ്മിലേക്ക്, ഇല്ലേ? നമ്മുടെ ബോഡിയിലുള്ള, നമ്മുടെ വ്യക്തിത്വത്തിലുള്ള നമ്മുടെ ഓർഡിനറി പവർ പ്ലസ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി പവറായി, ഇല്ലേ? അപ്പോൾ നമുക്ക് ഇരട്ടി ശക്തിയാണ്. അതേസമയം പിശാച് ബാധയുള്ളവർക്ക് എന്താ? ഓർഡിനറി പേഴ്സൺ പ്ലസ് നെഗറ്റീവ് പവർ ഓർ ഈവിൾ പവർ ഇസ് ഈക്വൽ ടു ആൻ ഒബ്സസ്ഡ് പേഴ്സൺ, ഇല്ലേ? അവനെ സാധാരണ ആളുകളെ പിടിക്കുന്ന പോലെ പിടിക്കാൻ നിന്നാൽ നടക്കുമോ? ഇല്ല. മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ മിണ്ടായിരിക്കുമോ? ഇല്ല, ഒച്ചെടുക്കും. അല്ലെങ്കിൽ അവനൊരു ഇടി തന്നാൽ സാധാരണ ആൾ ഇടിക്കുന്ന പോലെയാണോ? ഇല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഞാനവിടെ കുർബാനയ്ക്ക് പോകാം. കുർബാന കഴിഞ്ഞ് ആരെങ്കിലും പ്രത്യേകം പ്രാർത്ഥിക്കും. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ജോബച്ചനാണ് അവിടെ ധ്യാനഗുരു, അവിടുത്തെ ഡയറക്ടർ. അപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആവേശത്തോടു കൂടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഓക്കെ, കുർബാന കഴിഞ്ഞ് ഒരു പ്രയർ റൂമുണ്ടല്ലോ അവിടെ, സംഗീതത്തിൻ്റെ അടുത്ത്, അവിടെ ആണ് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, രോഗികൾക്ക് വേണ്ടി. അപ്പോൾ ഈ ആളിനെ കൊണ്ടുവന്നു. ഒരു 40 വയസ്സായിട്ടില്ല, അത്രയേ ഉള്ളൂ. 2 കൊച്ചുങ്ങളുടെ അമ്മയാണ്. പക്ഷെ അതിന് ഇതാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലായത്, ഇത് ഞാൻ പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങിയത് വയലൻ്റായി. എൻ്റെ നേരെ ചീറ്റാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഈ പാമ്പ് ചീറ്റണ പോലെ അവളെ ആക്രോശിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നി ഇത് പൈശാചികമായ ബാധയാണ്. അപ്പോൾ ഞാൻ കുരിശ് വരയ്ക്കാൻ പോയിട്ട് കുരിശ് വരപ്പിക്കണ്ടേന്ന് ഇല്ല, അത് ചെയ്യല്ല, ഭയങ്കരമാണ്. എന്നെ അങ്ങ് കടിച്ചതിനുള്ള ദേഷ്യത്തിന് അവളിരുന്ന കസേരയിൽ ഒറ്റ ഇടി കൊടുത്തപ്പോൾ ആ കസേരയുടെ 2 കൈ ഒടിഞ്ഞു പോയി, മനസ്സിലായത്? അപ്പം എനിക്ക് തോന്നി ഇത് മര്യാദയ്ക്ക് എനിക്കിട്ടാണ് ഇടി കിട്ടിയെങ്കിൽ, അല്ലേ? ഇത് കഴിഞ്ഞ് പക്ഷെ ഞാൻ പേടിച്ചില്ല, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ആയതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഡെലിവറൻസ് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ ഓർക്കുന്നതാണ്. അവളുടെ മുഖഭാവം മാറി. ഒരു മുറുക്കുന്ന ഒരാളുടെ ഒബ്സഷനായിരുന്നു, ഒരു പൊസഷനായിരുന്നു. അതുകൊണ്ട് അയാളുടെ പേര് പറഞ്ഞു. അയാളെപ്പോലെ തന്നെ മുറുക്കാനൊക്കെ എടുത്തിട്ട് ചവയ്ക്കണ ചവ കണ്ടു കഴിഞ്ഞാൽ, മുറുക്കാനൊന്നും വായിലിട്ടിട്ടില്ല, പക്ഷെ അതുപോലെ ഇട്ടുകൊണ്ട് ചവയ്ക്കുകയാണ്. പക്ഷെ ആ ഡെലിവറൻസ് നടന്നു കഴിഞ്ഞപ്പോൾ അവളുടെ വ്യത്യാസം. അത് കഴിഞ്ഞപ്പോൾ അപ്പം എനിക്ക് തോന്നി, ആൻ ഓർഡിനറി പേഴ്സൺ പ്ലസ് ഈവിൾ സ്പിരിറ്റ് ഈസ് എ പവർഫുൾ പേഴ്സൺ, അല്ലേ? എക്സ്ട്രാ ഓർഡിനറി പവറാണ്, പക്ഷേ നെഗറ്റീവ് ആണെന്ന് മാത്രം. അതേസമയം മറ്റതെന്താ? പോസിറ്റീവ് പവർ കയറി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പോസിറ്റീവ് എനർജിയാണ്. അത് നമ്മൾ വന്നു കഴിയുമ്പോൾ വി ഗെറ്റ് ആൻ എനോർമസ് പോസിറ്റീവ് എനർജി. അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞത്, ആ പെണ്ണ് ഉച്ചയ്ക്ക് അവർ പ്രാർത്ഥിച്ചതാണെന്ന് പറഞ്ഞു. അതിനോട് പറഞ്ഞില്ലായിരുന്നു, ഇത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്.
ഒരു സിസ്റ്ററാ പ്രാർത്ഥിച്ചത്, സിസ്റ്ററിനെ വെയിലും പറിച്ചുകൊണ്ട് അവൾ ഓടി. മനസ്സിലായ? അവിടെ പ്രശ്നമായി. അവിടെ ആ പെണ്ണിനെയാണ് ഈ കുർബാന കഴിഞ്ഞപ്പം പിന്നെയും കൊണ്ടുവന്ന് പ്രാർത്ഥന. കാരണം ആ ഒരു ഡെലിവറൻസ് നടക്കാതെ അവളെ മാറിയല്ല. കാരണം അവളെ ബാധിച്ചിരിക്കുന്ന ഒരു പവറാണ്, സ്പിരിറ്റാണ്. ഇപ്പം നമ്മൾ ഇന്ന് അഭിഷേകം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം പരിശുദ്ധാത്മാവിന് നമുക്ക് അഭിഷേകം ലഭിച്ചവരാണ്. പക്ഷേ ഈ ഒരു ചാർജിങ് നടക്കണം, ആത്മാവിൻ്റെ ശക്തി നമ്മിൽ നിറയണം. ആ ചാർജിങ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതാണ്. നമ്മൾ ചാർജ് ചെയ്ത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് 100% എന്ന് കാണിച്ച് നമ്മൾ ഡീപ്ലഗ് ചെയ്തു. ആ ചാർജ് അവിടെ പൂർണ്ണമായിട്ട് നിൽക്കുമോ? ഓരോ ദിവസം ചെല്ലും തോറും ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ യൂസ് കഴിയുമ്പോഴും ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചാർജ് ചെയ്യും. അയ്യോ, ഞാൻ ഇന്നലെ ചാർജ് ചെയ്ത, ഇന്ന് ഞാൻ ചാർജ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി ഒരാൾ ഒരു ഫോണേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ 2-3 ഫോണേ വിളിക്കുള്ളൂ, ഒരു മൊബൈലിൽ യാതൊന്നും നോക്കിയല്ല, മീഡിയ ഒന്നും നോക്കണില്ല, ആ ചാർജ് ചെയ്യണം 3-4 ദിവസം നിൽക്കും, ഇല്ലേ? അതേസമയം നന്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ നന്മ ചെയ്യാൻ പോയി, വേറെ ആൾക്കൊണ്ടിന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ കാരുണ്യത്തോടെ നിങ്ങളൊന്ന് ഒരാളെ നോക്കി, ഒരാളോട് നന്മയോടുകൂടി പെരുമാറി, ഒന്ന് സംസാരിച്ചു, അവിടെ എല്ലാം ആരുടെ ചാർജാണ് പോയിക്കൊണ്ടിരിക്കണേ? നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചാർജ് പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചോണ്ട് അയ്യോ എൻ്റെ ചാർജ് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടായിരിക്കാൻ പറ്റുമോ? ഇല്ല. മുറിയുടെ അകത്ത് വെറുതെ കയറിയിരുന്നാലും ചാർജ് പോയിക്കൊണ്ടിരിക്കും. ഇല്ല, മൊബൈൽ ഫോൺ വെറുതെ വെച്ചോണ്ടിരുന്നാലും കുറേ ചാർജ് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ നിറവ് നമുക്ക് എപ്പോഴും റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഒരു അഭിഷേകം എന്ന് പറയുന്നത്. എന്താ അഭിഷേകം എന്ന് വെച്ചാൽ? എന്താ? നിറവാണത്, ഇല്ലേ? ചാർജ് ചെയ്യുന്നത്. ഇപ്പം ചാർജ് ചെയ്ത് ഒരു 15% ആകുമ്പോൾ ബീപ്പ് അടിക്കാൻ തുടങ്ങും, ഇല്ലേ? എന്താ? യുവർ ബാറ്ററി ഈസ് ഗെറ്റിംഗ് വെരി ലോ, ഇല്ലേ? അതുകൊണ്ട് യു ചാർജ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഇനി 15% ഇമ്മീഡിയറ്റ്ലി എന്ന് പറയല്ല, യുവർ ബാറ്ററി ഈസ് ഗെറ്റിംഗ് ലോ, ചാർജ് ഇറ്റ്, ഇല്ലേ എന്നേ പറയുള്ളൂ. അതേസമയം 10% ആകുമ്പോൾ ഉടനെ പറയും യുവർ ബാറ്ററി ഈസ് ഗെറ്റിംഗ് വെരി ലോ, സോ ചാർജ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഇതുപോലെ പരിശുദ്ധാത്മാവ് 100%. ഇപ്പം ഈ ധ്യാനം കഴിയുമ്പോൾ എല്ലാവരിലും 95-100% വരും. പക്ഷെ ആ ചാർജ് കുറഞ്ഞു പോയി 65 ആയാലും കുഴപ്പമൊന്നുമില്ല, ഓർഡിനറി ഓട്ടോ ഒക്കെ പൊയ്ക്കോളും. പക്ഷെ 50% വന്ന് 50 താഴെ തുടങ്ങുമ്പോൾ പതുക്കനെ വലിയാൻ തുടങ്ങും, ഇല്ലേ? എന്താ? ഒരു ഉണർവില്ല, ഒരു തീഷ്ണതയില്ല, പ്രാർത്ഥനയ്ക്കൊരു ഉത്സാഹമില്ല, പള്ളിയിൽ പോകാൻ ഒരു ഉണർവില്ല, അങ്ങനെ ഒരു മന്ദത. എന്ന് വെച്ചാൽ പുള്ളി ചെയ്യുന്നില്ല, ഗിയർ എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ലോഡ് കയറണില്ല, അല്ലെങ്കിൽ പാലം കയറണത്തെ അനുഭവം. ഈ ഒരു അനുഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിനും വരും. അപ്പോഴാണ് അച്ഛൻ വിളിച്ചു പറയാം, അടുത്ത ആഴ്ച നമ്മുടെ ധ്യാനമുണ്ട്. അപ്പം എന്താ? 3 ദിവസത്തെ ധ്യാനം. അപ്പോൾ ആ 3 ദിവസത്തെ ധ്യാനത്തിൽ ചെന്ന് ചാർജിങ് കഴിയുമ്പോൾ ആള് ഫിറ്റായി, ഇല്ലേ? അപ്പം എന്താ? എല്ലാവർക്കും ഒരു ഉണർവ് എന്ന് വെച്ച് ആ ചാർജ് കിട്ടി ജീവിതകാലം മുഴുവൻ ചാർജ് നിൽക്കുമോ? ഇല്ല. വീണ്ടും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഡെയിലി മാസത്തിന് കുർബാനയ്ക്ക് പോകുമ്പോൾ വി ഗെറ്റ് ചാർജ്, അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യപ്പെടുവാണ്. പ്ലഗ് ചെയ്യണ പോലെയാണ്. പള്ളിയിൽ ചെന്ന് നമ്മൾ ചാർജ്. ഇപ്പോഴത്തെ പുതിയൊരു ചാർജറുണ്ടല്ലോ, പുതിയ വണ്ടികളിൽ, ഹൈടെക് വണ്ടികളിൽ പ്ലഗ് കുത്തണ്ട, വെറുതെ എൻ്റെ സോക്കറ്റുണ്ട്. ഞാൻ ഇന്നാളൊരു ആളുടെ കൂടെ വണ്ടിയിൽ പോയപ്പോഴാണ്, അപ്പോൾ എന്നോട് പറയുകയാണ്, അച്ഛാ ഇതിൻ്റെ അകത്ത് പ്ലഗ് കുത്തണ്ട, വെറുതെ ആ സോക്കറ്റിൽ അച്ഛൻ വെച്ചാൽ മതി, എന്ന് വെച്ചെന്നാൽ ചാർജ് ആയിക്കോളൂ എന്ന്. എൻ്റെ ഫോണല്ല, അയാളുടെ ഫോൺ. എന്ന് വെച്ചാൽ അയാളുടെ വേറെ പ്രത്യേക ഫോണും പ്രത്യേക വണ്ടിയൊക്കെയാണ്. അപ്പോൾ ആ സോക്കറ്റിൻ്റെ അകത്ത് വെറുതെ വെച്ചാൽ മതി, അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ നമ്മൾ വെറുതെ പള്ളിയിൽ പോയി ഇരുന്നാൽ മതി, നമുക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? അശുദ്ധാത്മാവ് കയറുമോ? പള്ളിയിൽ നിന്ന് കയറുമോ? ഇല്ല. മാതാവ് അങ്ങനെയല്ല പറയാറുണ്ട്. എന്ന് വെച്ചാൽ അതൊന്നുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള സ്ഥലമാണ് ദേവാലയം. തീർത്ഥാടന കേന്ദ്രം എക്സ്ട്രാ ഓർഡിനറി പ്രസൻസ് ഉള്ള സ്ഥലമാണ് തീർത്ഥാടന കേന്ദ്രം. അവിടെ വന്ന് നമ്മളൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വെറുതെ വന്നിരുന്ന് അമ്മേനെ നോക്കി ഈശോയെ നോക്കി ആ നോട്ടം മതി, അല്ല ഇരിപ്പ് മതി, ആ സാന്നിധ്യം മതി, നമ്മൾ എന്ത് ചെയ്യപ്പെടും? ചാർജ് ചെയ്യപ്പെടും. പക്ഷേ ബൂസ്റ്റർ ചാർജർ ചാർജ് ചെയ്യണ പോലെ കയറിയല്ല. 2 തരം ചാർജറുണ്ട്, ഓർഡിനറി ചാർജറുണ്ട്, ബൂസ്റ്റർ ചാർജേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ അവിടെ 1 മണിക്കൂർ ഇരിക്കണേക്കാൾ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ബൂസ്റ്റർ ചാർജർ പോലെയാണ്, ഇല്ലേ? പെട്ടെന്ന് ചാർജ് ചെയ്യപ്പെടും, നമ്മൾ എനർജൈസ് ചെയ്യും. ഇത് തന്നെയാണ് ഈ ധ്യാനങ്ങളിലും. അതെന്താ? നമ്മുടെ ക്ലെൻസിങ് എല്ലാം നടക്കും, ആ വിശുദ്ധീകരണം എല്ലാം നടന്ന്
നമ്മുടെ ബോഡിയെല്ലാം ക്ലിയറായി, മൈൻഡ് ക്ലിയറായി, ആത്മാവും ക്ലിയറായി കഴിഞ്ഞിട്ട് ചാർജ് കുത്തിയാൽ ചാർജ് കയറുമോ? പെട്ടെന്ന് കയറിക്കോളും അല്ലേ? ഇപ്പം നമ്മൾ ഈ ധ്യാനത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ ഒരു ക്ലെൻസിങ് ആണ് നടത്തിയത്. കാരണം ചിലർക്ക് ചാർജ് കയറിയല്ല. എന്താ കാരണം? ബാറ്ററിക്ക് കേട് വന്നിട്ടുണ്ട്, എവിടെയൊക്കെ ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബ്ലോക്ക് ക്ലിയർ ചെയ്യാതെ ചാർജ് കുത്തിയിട്ടാൽ ചാർജ് കയറുമോ? ഇല്ല. അതുകൊണ്ടാണ് ഈ ധ്യാനങ്ങളിലൊക്കെ ഉള്ള ഗുണം, എല്ലാ ബ്ലോക്കുകളും ക്ലിയർ ചെയ്ത് അവസാനം നമ്മൾ ചാർജ് ചെയ്യപ്പെടുന്നു. അപ്പം അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയും. അപ്പം നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് അമ്മയുടെ മധ്യസ്ഥതയിൽ കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവസാനം കൈവെപ്പ് പ്രാർത്ഥനയുണ്ട്. എന്തിനാണ്? ആ കൈവെപ്പ് പ്രാർത്ഥന വഴി നമ്മളെല്ലാവരും ചാർജ് ചെയ്യപ്പെടും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് 2 നിരയായിട്ട് അങ്ങ് നിന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് പുറകെ നിൽക്കുന്നവർ ഓരോരുത്തർ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താ, ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, കൈവെപ്പ് പ്രാർത്ഥനയുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കും ആരാധനയുടെ മധ്യത്തിൽ. അതുവഴി ആത്മാവിൽ അഭിഷേചിതരായി നമ്മൾ കർത്താവിന് സാക്ഷികളായിട്ട് പോകണം ഇല്ലേ? എവിടെയായിരുന്നാലും നമ്മൾ ഈശോയ്ക്ക് സാക്ഷികളായിട്ട് ജീവിക്കണം. ആ അമ്മയുടെ മക്കളായിട്ട് ഇവിടെ സമർപ്പണം നടത്തിയാണ് അമ്മയുടെ സംരക്ഷണം കേൾപ്പിക്കുന്നു. ആ അമ്മയുടെ സംരക്ഷണയിൽ സുരക്ഷിതരായി ജീവിതയാത്ര തുടരാൻ ഈ ധ്യാനം വഴി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥന വഴി ലഭിക്കും. ദൈവമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന വഴി ലഭിക്കും. ഞാൻ പ്രാർത്ഥിച്ചാലേ എനിക്ക് ചാർജ് കിട്ടും. എപ്പോഴാ? ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്കെന്ത് കിട്ടും? ചാർജ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയം ഇന്നയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ 300 പേര് ഒന്നിച്ചങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഇഫക്റ്റ് ആരുടെ മേൽ വന്ന് കയറും? ആരുടെ മേൽ വന്ന് കയറും? പ്രാർത്ഥിക്കുന്ന വ്യക്തി. അതാണ് നിയോഗം വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണം. വീണ്ടും നമ്മുടെ ചില ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അല്ലേ? എൻ്റെ ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ട് 50,000 രൂപയുണ്ട്, എനിക്ക് ഒരാൾക്ക് 5,000 രൂപ കൊടുക്കണം. ഞാൻ ആദ്യം 5,000 രൂപ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ പോവോ? ഇല്ല. അവൻ്റെ അക്കൗണ്ട് കുത്തണം ഇല്ലേ? അവൻ്റെ അക്കൗണ്ട് നമ്പർ ടാഗ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ കാശുണ്ടെങ്കിൽ എങ്ങോട്ട് പോവും? അങ്ങോട്ട് പോയിക്കോളും. ഇതുപോലെയാണ് നമ്മൾ ഒരാളെ നിയോഗം വയ്ക്കുമ്പോൾ ഉടനെ ടാഗ് ചെയ്യുകയാണ് അവനെ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കണം, കർത്താവേ അവനെ ഇന്ന കൊടുക്കണം, അവന് മാനസാന്തരപ്പെടുത്തും. അപ്പോൾ എന്നിലൂടെ വരുന്ന ശക്തി അവനിലേക്ക് കർത്താവ് അയച്ച് അവനെ മാനസാന്തരപ്പെടുത്തും, സൗഖ്യപ്പെടുത്തും, അനുഗ്രഹിക്കും, ഇതെല്ലാം ചെയ്യും. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. മനസ്സിലായോ? അപ്പം അതുപോലെ നമ്മളെല്ലാവരും ഈ ആരാധനയിൽ നമുക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രാർത്ഥന, അഭിഷേക പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് കൈവെപ്പ് ശുശ്രൂഷ വഴി അഭിഷേചിതരായി ഈ ലോകത്തിലേക്ക് ഇറങ്ങാനും യേശുവിനെ സാക്ഷികളായി ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ. മാതാവ് യേശുവിനെ നൽകിയതുപോലെ നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരിലേക്ക് യേശുവിനെ കൊടുക്കാനും യേശുവിൻ്റെ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിൽ നിങ്ങളെല്ലാവരും വന്നതിൽ സന്തോഷമുണ്ട്. ആദ്യ ദിവസം കൂടി ഞാൻ വരുന്നതാണ്. ഇത്തവണ എനിക്ക് വരാൻ പറ്റിയില്ല. സാധാരണ ആദ്യത്തെ ക്ലാസ് ഞാനാണ് എടുക്കാറുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാം. പക്ഷെ ഇത്തവണ വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾ. കാരണം പള്ളിയായിരുന്നു, മാത്രമല്ല ഞാനും പാവറട്ടി കൺവെൻഷൻ നടത്തുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ അഭിഷേക ആരാധനയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരാം. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയിൽ ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വ
ദൈവത്തിലെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ഒരു നിമിഷം യേശുവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ്, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ വസിക്കുമെന്ന് ശിഷ്യന്മാരോട് അരുളിച്ചെയ്ത കർത്താവേ, അതേ പ്രത്യാശയോടുകൂടി സിഹിയോശാലയിൽ അവർ എല്ലാവരും അമ്മയായ മറിയത്തോടുകൂടി, അങ്ങയുടെ അമ്മയായ മറിയത്തോടുകൂടി ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചതുപോലെ അമ്മയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ ദാസനും ശിഷ്യനുമായി മക്കളിതാ ഒന്ന് ചേർന്നിരിക്കുന്ന കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകി ഇവരെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഇവരെ നിറയ്ക്കണമേ. ഇവരുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ശക്തി കൊണ്ട് നിറയട്ടെ, ആത്മീയ ശക്തി കൊണ്ട് നിറയട്ടെ. ബന്ധനങ്ങൾ അകന്നു മാറട്ടെ, അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ, ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ, ശാരീരിക പീഡകൾ വിട്ടുമാറട്ടെ, ശാരീരിക രോഗങ്ങൾ വിട്ടുമാറട്ടെ, മാനസിക ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ, ആന്തരിക മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ, പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ, ദുരാത്മാക്കളുടെ ശക്തികൾ വിട്ടുമാറട്ടെ, ദുഷ്ടതയുടെ കെട്ടുകൾ അഴിയട്ടെ. ഈ മക്കളെയോ അവരുടെ ആത്മീയ ജീവിതത്തെയോ തളർത്തിക്കളയുന്ന ശക്തികൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം നമ്മുടെ മധ്യവസിക്കുകയാണ്. കർത്താവായ ഈശോയെ, മഹത്വത്തിന്റെ സിംഹാസനത്തിൽ വാഴുന്ന കർത്താവ്, അങ്ങനെ ശിഷ്യന്മാരുടെ മധ്യ വന്ന് അവരോട് സമാധാനം ആശംസിച്ചുവല്ലോ. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച കർത്താവേ, അങ്ങയുടെ ദർശനത്തിലായിരിക്കുന്ന ഈ മക്കളോടും അതേ വചനത്താൽ അങ്ങനെ സംസാരിക്കണമേ, സംവേദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെടുവാൻ കൃപയുണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ പക്കൽ അമ്മയാം മേരി മാതേ. എല്ലാവരും
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ പക്കൽ അമ്മയാം മേരി മാതേ. പരിശുദ്ധ അമ്മേ മാതാവേ, ആ വത്സല ശിഷ്യന്മാരെ ഒരുമിച്ച് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധ കന്യകാമറിയമേ, അമ്മയുടെ മാധ്യസ്ഥം തേടിയും അമ്മയ്ക്ക് സമർപ്പിതരാകാൻ ആഗ്രഹിച്ചും വന്നിരിക്കുന്ന ഈ മക്കളെല്ലാവരും പരിശുദ്ധാത്മ ശക്തിയാൽ അഭിഷേചിതരായി തീരുന്നതിന് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ പക്കൽ അമ്മയാം മേരി മാതേ. ദാഹത്തോടെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ പക്കൽ അമ്മയാം മേരി മാതേ. കർത്താവായ ഈശോയെ, അമ്മയുടെ മധ്യസ്ഥവും ഞങ്ങളുടെ യാചിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്ക് അമ്മയും മധ്യസ്ഥയും സംരക്ഷകമായി നൽകിയ അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങളുടെ ഇതാ ഓർക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരും അങ്ങയ്ക്ക് സാക്ഷികളാകണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം, ആത്മാവിൽ ശക്തിപ്പെടുത്തണം. ഈശോ പറഞ്ഞ ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ഈശോ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയച്ച് അവരെ നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ആത്മീയ വരങ്ങളാൽ നിറയ്ക്കുകയും ചെയ്തുവല്ലോ. ഈശോയെ, അതേ അനുഭവം ഇവർക്കുണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദാഹിക്കുന്നവന് മാത്രമേ അവൻ മാത്രമേ വെള്ളം അന്വേഷിക്കുകയും അത് കുടിക്കുകയും ചെയ്യുള്ളൂ. ആ വെള്ളം കണ്ടാൽ ദാഹം തീരില്ല, എന്നാൽ ആ വെള്ളം കുടിച്ചാൽ ദാഹം തീരും. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിനെ ദാഹിച്ചാൽ പോരാ, ആത്മാവിനെ സ്വീകരിക്കണം. അതിനാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ദാഹത്തോടുകൂടി പ്രാർത്ഥിക്കണം, ചോദിക്കണം. നമ്മൾ ഈശോയോട് ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്ന് ആത്മാവിന് വേണ്ടി ദാഹത്തോട് ചോദിച്ചാൽ അവിടെ നൽകും. ഈശോ തന്നെ നമ്മളോട് പറഞ്ഞു, തൻ്റെ പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി തൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് നൽകും. ചോദിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന് വേണ്ടി കർത്താവിനോട് നമുക്ക് ചോദിക്കാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. എല്ലാവരും തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. അകതാലിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിനെ ഫലമേകുവാന അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ
ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. ദാഹത്തോടെ പ്രാർത്ഥിക്കുക. താനാലും നാഥ ജ്ഞാനമായൊഴുകി വരൂ ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ ദാഹത്തോടെ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ ദാഹത്തോടെ കരങ്ങൾ ഉയർത്തി തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ തന്നാലും നാഥ ആത്മാവിനെ വരദാന ശക്തി നൽകാൻ തന്നാലും നാഥ ആത്മാവിനെ വരദാന ശക്തി നേടാൻ തന്നാലും നാഥ ആത്മാവിനെ ജ്ഞാനത്തിൽ നിറഞ്ഞിടുവാൻ തന്നാലും നാഥ ആത്മാവിനെ ജ്ഞാനത്തിൽ നിറഞ്ഞിടുവാൻ തന്നാലും നാഥ ആത്മാവിനെ വരദാന ഫലം തേടുവാൻ തന്നാലും നാഥ ആത്മാവിനെ വരദാന ഫലം നേടുവാൻ തന്നാലും നാഥ നിൻ ജീവനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ ആശ്വാസദായകനെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ഹല്ലേലൂയ 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 സർവശക്തനും പിതാവുമായ ദൈവമേ ഞങ്ങളുടെ പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ നാമത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിതാ ഒരുമയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ അഭിഷിക്തരായ ഞങ്ങളുടെ ദാസർ പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്വർഗത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഉന്നതത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ സ്വർഗീയ പിതാവേ ഈ ജനത്തിന്റെ മേൽ വർഷിക്കണമേ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം ഇറങ്ങി വന്ന്
ഈ മക്കളുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ശരീരങ്ങളിലും ആവസിക്കുമാറാകട്ടെ. ആത്മീയ ശക്തി കൊണ്ട് ഇവർ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി ജ്ഞാനവും ബുദ്ധിയും ആലോചനയും അറിവും ആത്മശക്തിയും ഭക്തിയും ദൈവഭയവും ഇവരെ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി ആത്മീയമായ ഫലങ്ങൾ ഇവരെ നിറയട്ടെ. സ്നേഹവും സന്തോഷവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും വിശുദ്ധിയും അടക്കവും എല്ലാം ലഭിക്കട്ടെ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ധീരതയുടെ പുണ്യം ലഭിക്കട്ടെ. കർത്താവേ, ധീരത ലഭിക്കട്ടെ. ഇവർക്ക് ജീവിതത്തിൽ സാക്ഷികളാകാനുള്ള കൃപ ലഭിക്കട്ടെ. ആത്മീയ ഉണർവ് ലഭിക്കട്ടെ. ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ. മനസ്സുണരട്ടെ. ശരീരം സൗഖ്യം പ്രാപിക്കട്ടെ. ആത്മീയ ശക്തി നിറയട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ദുഃഖ ദുരിതങ്ങൾ വിട്ടുപോകട്ടെ. അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. തകർച്ചകൾ അവസാനിക്കട്ടെ. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ ഞാൻ മോചിക്കുകയും കർത്താവിന്റെ കൃപയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ സംരക്ഷിച്ച് പരിപാലിക്കണമേ. ആ ദൈവിക ശക്തി ഇവരെ ഓരോരുത്തരെ ആവരണം ചെയ്യട്ടെ. തല മുതൽ പാദം വരെ അംശങ്ങളിലേക്ക് ശക്തി ഒഴുകട്ടെ. ഇപ്പോൾ ഒഴുകട്ടെ. കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തി ഈ മക്കളിൽ വ്യാപരിക്കട്ടെ. കർത്താവിടെ നടത്തുവാൻ പോകുന്ന അഭിഷേക പ്രാർത്ഥന വഴി, തൈലാഭിഷേകം വഴി, കർത്താവെ കൈവപ്പ് പ്രാർത്ഥന വഴി ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അഭിഷേകം ലഭിക്കട്ടെ. അഭിഷേകം ലഭിക്കട്ടെ. അഭിഷേകം ലഭിക്കട്ടെ. അമ്മയായ മറിയത്തിന്റെ സകല മാലാഖമാരുടെ വിശുദ്ധരുടെ മധ്യസ്ഥതയിൽ ഇവർക്ക് ശക്തി ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവരെ വന്ന് നിറയുകയും കുടികൊള്ളുകയും അങ്ങേക്ക് സാക്ഷ്യം വയ്ക്കാൻ ആത്മീയ വരങ്ങൾ കൊണ്ട് ഇവർ സമൃദ്ധരാകുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹലലബാശി, ഹലലബാശി, ഹലലബ, ഹലലബാശി, 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 ഹലലബ, കിരിയലലബാശി, ഹലലബാശി, ഹലലബ, കിരിയലലബാശി, ഹലലബാശി, ഹലലബ, കിരിയലലബാശി, ഹലലബ, ഇയലലബാശി, ഹലലബാശി, ഹലലബ, ഇയലലബാശി, ഹലലബാശി, ഹലലബ, കിരിയലലബാശി, ഹലലബാശി, ഹലലബ, ഹലലബാശി, 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 ഹലലബ. കണ്ണുകൾ അടച്ച് ആത്മാവിന്റെ ശക്തി തലം മുതൽ പാദം വരെ ഓരോ തലങ്ങളിലേക്ക് ഒഴുകി 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 ഇറങ്ങട്ടെ. ഒഴുകി ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു ഞങ്ങളിൽ കവിയണം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
2 ലൈനായിട്ട് ഇവിടെയും അങ്ങേവശത്ത് 2 ലൈനായിട്ട് എല്ലാവരും നിൽക്കുക. ഇപ്പോൾ കൈവെപ്പ് പ്രാർത്ഥനയുടെ സമയമാണ്. ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ. മുഖത്തോട് മുഖം തിരിച്ച് ഇങ്ങനെ നിൽക്കുക, പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ അങ്ങനെ നിന്നാൽ മതി കേട്ടോ. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ലൈനായിട്ട് നിന്നാൽ മതി. ഇവിടെ കുറച്ച് പേർക്ക് ഇങ്ങേ അവസ്ഥയ്ക്ക് വരാം. ഇവിടെ ഇച്ചിരി ഫ്രീ ആണ്. ഈ പാട്ട് ഇവിടെ പാടിക്കൊണ്ടിരിക്കുക. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കും. എല്ലാവരും ഈ കയ്യൊപ്പ് കഴിയുന്നത് വരെ ആ പാട്ട് തന്നെയാണ് പാടുന്നത്, ആത്മാവിൻ്റെ നിറവിന് കേട്ടോ. യോഗങ്ങളെ ഇപ്പം മാറ്റി പ്രാർത്ഥമായിരിക്കും. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. എല്ലാവരും പാടി പ്രാർത്ഥിച്ചോളൂ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ 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 ഞങ്ങളിൽ വന്നു നിറയണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ
ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. 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 ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ആത്മാവേ
ആത്മാവേ ആത്മാവേ സൗഖ്യത്താലെ നിറയ്ക്കണമേ. ആത്മാവേ ആത്മാവേ സൗഖ്യത്താലെ നിറയ്ക്കണമേ. ആത്മാവേ ആത്മാവേ സൗഖ്യത്താലെ നിറയ്ക്കണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ ഈശോയെ ആരാധന 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 യേശുവേ നമുക്ക് മുട്ടുമേ നിൽക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചിരിക്കുകയാണ്. ആ അഭിഷേകം നമ്മൾ നിറയുന്നതിന് വേണ്ടി ഒരു നിമിഷം കൂടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ കൃപയുടെ നാമത്തിൽ ഞങ്ങളെ ഈ മക്കൾക്ക് വേണ്ടി കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിരിക്കുക. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടട്ടെ. അത്ഭുതകരമായ ശക്തി ഉണർവ് അവർക്ക് ലഭിക്കട്ടെ. ഓ ഭാവനാത്മാവേ, ശൂന്യത നിറയുമേ എൻ ഹൃദയത്തിൽ, ജീവനില്ലാത്തൊരു എൻ ജീവിതത്തിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തി നൽകുക. പാവനാത്മാവേ, എന്നിൽ നീ നിറഞ്ഞിടുക. പാവനാത്മാവേ, എന്നിൽ നീ നിറഞ്ഞിടുക. ഓ ഭാവനാത്മാവേ, ശൂന്യത നിറയുമേ എൻ ഹൃദയത്തിൽ, ജീവനില്ലാത്തൊരു എൻ ജീവിതത്തിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തി നൽകുക. പാവനാത്മാവേ, എന്നിൽ നീ നിറഞ്ഞിടുക. പാവനാത്മാവേ, എന്നിൽ നീ നിറഞ്ഞിടുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവന്റെ ആത്മാവേ, ഈ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ശരീരങ്ങളിലും ആത്മാവിന്റെ ശക്തിയുടെയും അഭിഷേകത്തിന്റെയും ചൈതന്യം നിറയട്ടെ. സന്തോഷത്തിന്റെ ആത്മാവ് നിറയട്ടെ, സമാധാനത്തിന്റെ ആത്മാവ് നിറയട്ടെ, ആനന്ദത്തിന്റെ ആത്മാവ് നിറയട്ടെ, ശക്തിയുടെ ആത്മാവ് നിറയട്ടെ, ക്ഷമയുടെ ആത്മാവ് നിറയട്ടെ, നന്മയുടെ ആത്മാവ് നിറയട്ടെ. കർത്താവേ, ദയയുടെ ആത്മാവ് നിറയട്ടെ, വിശുദ്ധിയുടെ ആത്മാവ് നിറയട്ടെ, വിനയത്തിന്റെ ആത്മാവ് നിറയട്ടെ, സൗമ്യതയുടെ ആത്മാവ് നിറയട്ടെ, ആത്മശക്തിയുടെ ആത്മാവ് നിറയട്ടെ, ആത്മസംയമനത്തിന്റെ ശക്തി ലഭിക്കട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ ഇവരെ നിറയട്ടെ. അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ടി ഇവരെല്ലാവരും പ്രാപ്തരായി തീരട്ടെ. ഇവിടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ പോകുന്ന വഴികൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
തീരട്ടെ. നിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ മക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫലദായകമായി തീരട്ടെ. ശൂന്യതകൾ അവസാനിക്കട്ടെ, ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, തളർച്ചകൾ അവസാനിക്കട്ടെ, ജീവനില്ലായ്മ മാറിപ്പോകട്ടെ, ആത്മീയ ഉണർവ് ഇവർക്ക് ലഭിക്കട്ടെ. ഈ കൃപകളൊക്കെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. കർത്താവിന്റെ അഭിഷേകം അവിടുന്ന് ഇരുകരങ്ങൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ച പോലെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആശീർവാദം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. മുട്ടുകുത്തി എന്നുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠാജപം നമ്മൾ ചെല്ലുകയാണ്. നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കുമായി നമ്മൾ ഏൽപ്പിക്കുന്ന ആ സമർപ്പണ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്കുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമർപ്പണ പ്രാർത്ഥന നടത്തുന്നു. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അവതരിച്ച ജ്ഞാനമായ യേശുക്രിസ്തുവിന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കരങ്ങൾ വഴിയുള്ള സമർപ്പണ പ്രാർത്ഥന നമ്മൾ നടത്തുകയാണ്. ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന ഏറ്റുമെല്ലാം കുറേ ഉണ്ട്, അതുകൊണ്ട് ഏറ്റവും നമ്മൾ നിത്യനും മനുഷ്യനുമായി പിറന്നവനുമായ ജ്ഞാനമേ, ഏറ്റവും മാധുരവാനും ആരാധ്യനുമായ ഈശോയെ, യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായവനെ, പിതാവിൻ്റെയും നിത്യകന്യാമറിയത്തിൻ്റെ ഏകസുത, നിത്യതയെ പിതാവിൻ്റെ വക്ഷസ്സിലും പ്രതാപങ്ങളിലും അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മനുഷ്യാവതാര വേളയിൽ അവിടുത്തേക്ക് അങ്ങേറ്റ അനുരൂപനായ മറിയത്തിൻ്റെ വിശുദ്ധോദരത്തിലും അങ്ങേ ഞങ്ങൾ താണുവീണ് ആരാധിക്കുന്നു. പിശാചിൻ്റെ നിഷ്ഠൂരമായ അടിമത്തത്തെ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി സ്വയം ശൂന്യനാക്കി അടിമയെപ്പോലെ ആയ നാഥ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു, നന്ദി പറയുന്നു. മറിയം വഴി എന്നെ അങ്ങയുടെ വിശ്വസ്തദാസനാക്കുവാൻ വേണ്ടി അവിടുത്തെ പരിശുദ്ധ മാതാവിനെ എല്ലാ കാര്യവും കീഴ്പ്പെടുത്തുവാൻ ഇഷ്ടപ്പെട്ട അങ്ങയെ ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ എൻ്റെ കഷ്ടം ഭാഗ്യഹീനയും നന്ദിഹീനനും അവിശ്വസനീയമായി ഞാൻ മാമോദീസായി പരസ്യമായി അങ്ങോട്ട് ചെയ്ത വാഗ്ദാനങ്ങൾ പാലിക്കാതെ പോയി ഞാൻ ഖേദിക്കുന്നു. നമ്മുടെ എല്ലാ കുറവുകളെയും ഓർത്ത് മാപ്പപേക്ഷിക്കുക. മാമോദീസായി ചെയ്ത വ്രതങ്ങൾ ഇപ്പോൾ നവീകരിച്ചുകൊണ്ട് സമർപ്പിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. പിശാചിനെയും അവൻ്റെ ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? യേശുവിനെ നിങ്ങളുടെ രക്ഷകനും നാഥനുമായി നിങ്ങൾ അംഗീകരിച്ചേറ്റു പറയുന്നുവോ? സർവശക്തനും പിതാവുമായ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ പുത്രൻ നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ പുത്രൻ പരിശുദ്ധാത്മാവിന്റെ ഗർഭസ്ഥനായ കന്യാമറിയത്തിൽ പിറന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വേണ്ടി വരാതിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? സത്യാത്മാവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിൽ
നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പാവമോചനത്തിലെയും മാമോദീസായിലെ ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. യേശുവിന്റെ സ്വന്തമായി ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കുന്നു. പരിശുദ്ധ കന്യാമാതാവിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കുന്നു. ഈ സമർപ്പണ ആഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ ചെല്ലുക. നിത്യകന്യയായ പരിശുദ്ധ മറിയമേ, നിത്യകന്യയായ പരിശുദ്ധ മറിയമേ, അമലോത്ഭവനാഥേ, അമലോത്ഭവനാഥേ, അമ്മയുടെ പ്രത്യേകമായ സൂക്ഷത്തിനും സംരക്ഷണയ്ക്കുമായി എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ സമർപ്പിക്കുന്നു. ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മയുടെ ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേ പ്രിയപുത്രന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അമ്മ പറഞ്ഞതുപോലെ അവന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹവും സന്നദ്ധതയും തീരുമാനവും ശക്തിയും എനിക്ക് നൽകണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാതൃക അനുസരിച്ച് ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനും ജീവിതാന്ത്യത്തിൽ അമ്മയോടൊത്ത് സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും ഇടയാക്കണമേ. അത് സംഭവിക്കുന്നത് വരെ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും അവന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ അങ്ങേ ദൈവകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥവും സംരക്ഷണവും ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കാവലായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനവെള്ളവും തളിക്കും. ഇപ്പം നമ്മൾ ഉത്തരീയം വെഞ്ചരിക്കുകയാണ്. നമ്മുടെ സമർപ്പണത്തിൻ്റെ അടയാളമായി, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയുടെ അടയാളമായി നമ്മൾ ധരിക്കുന്ന ഉത്തരീയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ വത്സലപുത്രയും അങ്ങയുടെ പ്രിയപുത്രൻ്റെ മാതാവുമാകാൻ പരിശുദ്ധ കന്യാമറിയത്തെ തെരഞ്ഞെടുത്ത സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ആ അമ്മയെ ഞങ്ങൾക്ക് അമ്മയും മധ്യസ്ഥമായി നൽകിയ കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആ അമ്മയുടെ പ്രത്യേകമായ പരിശുദ്ധ വല്ലാർപാടത്തമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ വല്ലാർപാടത്തമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.